നിങ്ങൾ പാവകളുടെ നഗരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്ക് പാവകളുടെ നഗരത്തെപ്പറ്റി അറിയാം. മെക്സിക്കോ സിറ്റിയിലെ പാവകളുടെ ദ്വീപ്. ആയിരക്കണക്കിന് ഇഴയുന്ന ജീർണിച്ച പാവകൾ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതിന് പേരുകേട്ടതാണ്. കാഴ്ചയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും പലപ്പോഴും പ്രേതബാധയുള്ളതും യഥാർത്ഥ ജീവിതത്തിലെ ഭയാനകവുമായ ഒരു കാഴ്ചയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ദ്വീപിൻ്റെ മുന്നുടമയായ ഡോൺ ജൂലിയൻ സന്റാന ബറേര ഒരു മുങ്ങി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ പാവകളെ ശേഖരിക്കാൻ തുടങ്ങിയെന്നും ആ മൃതദേഹം കണ്ടെത്തിയെന്നും ഐതിഹ്യം പറയുന്നു. ഐതിഹ്യം മാത്രമാണ് കേട്ടോ. ഇത് മന്ത്രിക്കൽ, ചലിക്കുന്ന പാവകൾ, നിഴൽരൂപങ്ങൾ എന്നിവ പോലുള്ള അമാനുഷിക പ്രവർത്തനങ്ങളുടെ അവകാശവാദങ്ങൾക്ക് കാരണമായി. നാടോടി കഥകളോ പരിചാരകരിൽ മാനസിക സ്വാധീനമോ ചിലർ അവകാശവാദങ്ങളെ തള്ളിക്കളയുമ്പോൾ ദ്വീപിൻ്റെ അതുല്യവും വിചിത്രവുമായ അന്തരീക്ഷം ഇതിനെ ഇരുണ്ട വിനോദസഞ്ചാരത്തിനും അമാനുഷിക വിശ്വാസത്തിനും ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതേക്കുള്ളിലുള്ള പാവകൾ ശേഖരിച്ച് വെക്കുന്നത് നല്ലതാണോ? അതോ മുങ്ങി മരിച്ച ഒരു പെൺകുട്ടിയുടെ ആത്മാവുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? നമുക്കറിയില്ല. നിങ്ങളുടെ വിലയേറിയ കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റായി രൂപപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കഥകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു.